ഹലോ എല്ലാവർക്കും അവർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനിവിടെ ഒരു സ്പെഷ്യൽ മോരുകറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ ചിലവാകാത്തൊരു ഐറ്റമായിരുന്നു ഈ മോരുകറി. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയ ശേഷം ഈ മോരുകറിക്ക് ഭയങ്കര ചിലവാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മത്തങ്ങ എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ മത്തങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ വേവാൻ അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വേവും. അപ്പോൾ ഞാനിവിടെ മോരുകറി വയ്ക്കുമ്പോൾ കൂടുതലും മത്തങ്ങ തന്നെയാണ് എടുക്കാറുള്ളത്. വേറെ കഷ്ണങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. ഞാനിവിടെ കുറച്ച് ഉണ്ടാകുന്ന കാരണം കൊണ്ടാണ് കുറച്ച് മത്തങ്ങ ആഡ് ചെയ്തത്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തേങ്ങ, ഒരു പകുതി തേങ്ങ മുറി ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക്, വേപ്പില, ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം ഞാനിവിടെ ഇടുന്നത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അത് വീഡിയോ എടുക്കുമ്പോൾ മിസ്സായി പോയതാണ്. അപ്പോൾ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ട് ഇവിടെ അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് മത്തങ്ങയിലേക്ക് നമുക്ക് കുറച്ച് മോര് ആഡ് ചെയ്യാം. മോര് നന്നായി തിളപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ മോരായതുകൊണ്ട് തന്നെ നല്ല പുളിയാണിതിന്. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്, പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മോര് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മോര് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമാണ് നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കേണ്ടത്. അരപ്പ് ഒഴിക്കണേക്കാട്ട് മുന്നേ ഒരു സാധനം കൂടി ആഡ് ചെയ്യാറുണ്ട്, കുറച്ച് പഞ്ചസാര. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാൻ ഞാൻ രണ്ടും ആഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യും, ചിലപ്പോൾ ശർക്കര ആഡ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് അരപ്പൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ നന്നായിട്ട് തിളയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ വല്ല പോരായ്മ ഉണ്ടോയെന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി അത് നെക്സ്റ്റ് വേണ്ടത് നമുക്കൊന്ന് വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചീഞ്ചട്ടി വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത ശേഷം കടുക്, വറ്റൽമുളക്, വേപ്പില, ഈ എല്ലാം ഇട്ട് നമുക്കിത് വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വറുത്തിടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ മോരുകറി വറുത്തിടുമ്പോൾ. അപ്പോൾ എനിക്കൊരു മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു മോരുകറി ഇങ്ങനെ വെച്ച് നോക്കി നോക്കൂ, നല്ല ടേസ്റ്റായിരിക്കും. ഞങ്ങൾ ഈ ഒരു ടൈപ്പിൽ വെച്ച ശേഷം മോരുകറിക്ക് ഭയങ്കര ചിലവാണ് കേട്ടോ. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഈ ഒരു ഇളം മധുരം പുളിയൊക്കെ ചേർന്നിട്ടുള്ള മോരുകറി നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.